ഓം ഹരിശ്രീ ഗണപതേ നമഃ. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പണ്ട് പ്രജാപതിമാർ മുതൽ ഈ ലോകമെല്ലാം കീഴടക്കുവാണ് യശസ്വികളായ രാജാക്കന്മാരുടെ പരമ്പരയിലാണ് സഗരൻ ജനിച്ചത്. തൻ്റെ 60,000 പുത്രന്മാരാൽ സാഗരം നിർമ്മിച്ച് സഗരൻ പ്രസിദ്ധനായിത്തീർന്നു. ഇദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് കീർത്തി ആർജിച്ച ഇക്ഷ്വാകു വംശത്തിൻ്റെ പരമ്പരയിലാണ് ദശരഥ രാജാവിൻ്റെ ജനനം. മനുവിനാൽ നിർമ്മിക്കപ്പെട്ട നഗരമാണ് അയോധ്യ. അയോധ്യ എന്നാൽ യോദ്ധും അശക്യ, എതിർക്കാൻ ആകാത്തത്. ആ പേര് പോലെ തന്നെ ആ നഗരം അന്വർത്ഥമായി വിളങ്ങി. സ്വർഗത്തിൽ ഇന്ദ്രൻ എന്നതുപോലെ അയോധ്യയിൽ ദശരഥ മഹാരാജാവ് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി വസിച്ചു വന്നു. അവിടെ പിതാവ് പുത്രന്മാരെ എന്ന പോലെ പ്രജകളെ സംരക്ഷിച്ച് അദ്ദേഹം വിളങ്ങി. അയോധ്യ നഗരം ഇന്ദ്രൻ്റെ അമരാവതി പോലെ വിളങ്ങി എന്നാണ് പറയപ്പെടുന്നത്. മഹാബലി ചക്രവർത്തി വാണിരുന്നത് പോലെ അവിടെ ആധിയോ വ്യാധിയോ ഒന്നുമില്ല, ദീനരോ ദരിദ്രരോ ഇല്ല, കള്ളവും ചതിയുമില്ല. എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും ബുദ്ധിമാന്മാരും ആയോധന കുശലരായ യോദ്ധാക്കൾ, ഉത്തമന്മാരായ മന്ത്രിമാർ. സദാ സമ്പന്നമായിരുന്നു അയോധ്യ നഗരം. അവിടമാകെ സദാസമയവും വാദ്യഘോഷങ്ങളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. അവിടെ ബ്രാഹ്മണരെയും മുനിമാരെയും സംരക്ഷിച്ചു പോന്നു. കുറ്റം ചെയ്യുന്നവരെ കഠിനമായി ശിക്ഷിച്ചു പോന്നു. ഇനി കുറ്റം ചെയ്തവർ സ്വന്തം പുത്രന്മാരാണെങ്കിൽ പോലും അവർക്ക് കഠിനമായ ശിക്ഷ നൽകിയിരുന്നു. നീതിശാസ്ത്ര വിശാരദരും പ്രിയവാദികളും സൂക്ഷ്മബുദ്ധികളുമായിരുന്നു അവിടുത്തെ മന്ത്രിമാർ. ഇങ്ങനെ സത്യസന്ധരും സദ്ഗുണസമ്പന്നരുമായ മന്ത്രിമാരോടുകൂടി ദശരഥൻ രാജ്യപരിപാലനം ചെയ്തു വന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജാവിന് വംശവൃദ്ധിക്കായി പുത്രന്മാരുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അദ്ദേഹം വളരെയധികം സങ്കടത്തിലായിരുന്നു. സന്താന ലാഭത്തിനായി അശ്വമേധയാഗം ചെയ്താലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠനെ തൻ്റെ തീരുമാനം അറിയിക്കുന്നു. അതനുസരിച്ച് വസിഷ്ഠ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ യാഗം നടത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു. അതനുസരിച്ച് സരയൂ നദിയുടെ വടക്കേക്കരയിൽ യജ്ഞശാല പണിത് അശ്വമേധയജ്ഞം നടത്താൻ ആരംഭിച്ചു. കുതിരയെ അയക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ രാജ്ഞിമാർ അതീവ സന്തുഷ്ടരായിത്തീർന്നു. അതീവ തേജസ്വിനികളായ അവരുടെ മുഖകമലം ശിശിരത്തിലെ പത്മമെന്ന പോലെ ശോഭിച്ചു എന്നാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. ദശരഥ മഹാരാജാവ് ഗുരുക്കന്മാരുടെ ഉപദേശമനുസരിച്ച് വേണ്ടതൊക്കെ ഒരുക്കാൻ മന്ത്രിമാർക്ക് ആജ്ഞ കൊടുത്തു. സമർത്ഥരായ രക്ഷാഭടന്മാരോടും ഉപാധ്യായനോടും കൂടി അശ്വത്തെ അയക്കാനും നിർദ്ദേശം കൊടുക്കുന്നു. ഈ യജ്ഞത്തിൽ തെറ്റൊന്നും പറ്റാതിരുന്നാൽ സുഖം ലഭിക്കും. ഇത് മുടക്കാൻ സമർത്ഥരായ രാക്ഷസന്മാർ തക്കം നോക്കും. വിധിപ്രകാരമല്ലാഞ്ഞാൽ യജ്ഞകർത്താവ് ഉടൻ നശിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ എല്ലാവരും ഒരുങ്ങിയിരുന്നു. അശ്വത്തെ ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ അവർക്കിതിൽ എതിർപ്പുണ്ടെന്ന് മനസ്സിലാക്കണം. അവരുമായി യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് വേണം അനന്തര കർമ്മങ്ങൾ നിർവഹിക്കാൻ. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. അശ്വം യാതൊരു തടസ്സവും കൂടാതെ മടങ്ങിയെത്തി. അതിനനുസരിച്ച് യജ്ഞം വഴിപോലെ നടത്താൻ തീരുമാനിച്ചു. ഒന്നിനും മുടക്കമൊന്നും വരാതെ യജ്ഞം നടത്താനായി വസിഷ്ഠനെ ചുമതലയേൽപ്പിക്കുന്നു. അങ്ങനെ അതെല്ലാം സംബന്ധിച്ച് വസിഷ്ഠൻ പുരോഹിതന്മാർ, ശില്പികൾ, ഗണകർ, നടന്മാർ, നർത്തകർ മുതലായവരെ എല്ലാം വിളിച്ച് വേണ്ടതൊക്കെ ഒരുക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. യജ്ഞത്തിന് വരുന്ന അതിഥികൾക്ക് യഥായോഗ്യം പാർക്കാനുള്ള മണിമന്ദിരങ്ങൾ പണിയാനും നിർദ്ദേശം കൊടുത്തു. അവരെ സത്കരിക്കേണ്ട വിധങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒന്നിനും ഒരു കുറവും വരാതെ ചെയ്തു കൊള്ളാമെന്ന് എല്ലാവരും ഏറ്റു. വസിഷ്ഠൻ മന്ത്രിയോട് പറഞ്ഞു, ഈ ഭൂമിയിലുള്ള ധാർമ്മികന്മാരായ എല്ലാ രാജാക്കന്മാരെയും ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രരെയും എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുക. മിഥിലാധിപനെ സൽക്കരിച്ചു കൂട്ടിക്കൊണ്ടുവരണം. വൃദ്ധനായ കേകയ രാജാവിനെയും പുത്രനെയും ക്ഷണിച്ചു കൊണ്ടുവരണം.
അംഗരാജാവായ രോമപാദനെ പുത്രനോടൊപ്പം വരുത്തണം. കോസല രാജാവായ ഭാനുമാൻ, മഗധാധിപനായ ശൂരൻ, മറ്റു രാജാക്കന്മാർ എല്ലാവരെയും വിധി പോലെ സത്കരിച്ച് ആനയിച്ച് കൊണ്ടുവരണം എന്നിങ്ങനെ പറഞ്ഞ് ഇവരെയെല്ലാം ക്ഷണിക്കാനായി ദൂതന്മാരെ അയക്കുന്നു. അതുപോലെ വരുന്ന രാജാക്കന്മാരെയെല്ലാം യഥാവിധി സ്വീകരിച്ച് ആദരിക്കുന്നു. ശുഭദിനത്തിൽ വസിഷ്ഠാദി ബ്രാഹ്മണർ ഋഷ്യശൃംഖനെ മുൻനിർത്തി യജ്ഞകർമ്മം ആരംഭിക്കുന്നു. ഇവിടെ അയോധ്യയിൽ പുത്രകാമേഷ്ടി യാഗം നടക്കുന്നതായ അവസരത്തിൽ ദേവന്മാർ ഒത്തുചേർന്ന് ബ്രഹ്മാവിനോട് അറിയിക്കുകയാണ്, ഭഗവാൻ, അങ്ങയുടെ അനുഗ്രഹം മൂലം രാവണ രാക്ഷസൻ ഞങ്ങളെയെല്ലാം ദ്രോഹിക്കുന്നു. അവനെ അടക്കാൻ ഞങ്ങൾക്കാവില്ല. അങ്ങ് അവനെ അനുഗ്രഹിച്ചു. അതിനെ മാനിച്ച് ഞങ്ങളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ലോകങ്ങളെയും അവൻ പീഡിപ്പിക്കുന്നു, സജ്ജനങ്ങളെ ദ്വേഷിക്കുന്നു, ഇന്ദ്രനെ കീഴടക്കാൻ നോക്കുന്നു. ബലവത്തനായിട്ട് അഹങ്കാരിയായിട്ട് ഋഷികളെയും യക്ഷന്മാരെയും ഗന്ധർവന്മാരെയും ബ്രാഹ്മണരെയും ആക്രമിക്കുന്നു. രാവണൻ്റെ ദുഷ്പ്രവൃത്തി കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു, എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ യാചിച്ചു. പതിവ് പോലെ ബ്രഹ്മാവ് ദേവന്മാരെയെല്ലാം മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ദേവന്മാരെ സമാധാനിപ്പിക്കുകയാണ്. നാം നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുന്നതാണ്. താമസമിന ഭൂമിയിൽ മനുഷ്യാവതാരത്തിൽ നാം അവതരിക്കുന്നതും രാവണ നിഗ്രഹം നടത്തുന്നതുമാണ് എന്നറിയിച്ച് ദേവന്മാരെ മടക്കി അയക്കുന്നു. വിഷ്ണു ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ച് വണങ്ങിയതിനു ശേഷം ദേവന്മാർ സന്തോഷപുരസ്സരം മടങ്ങിപ്പോകുന്നു. അനന്തരം മഹാവിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു, പുത്രപൗത്രാമാത്യദികളോട് രാവണനെ കൊന്ന് ഞാൻ നിങ്ങൾക്ക് ഹിതം ചെയ്യുന്നതാണ്. ഭൂമിയെ പാലിച്ചുകൊണ്ട് 11,000 സംവത്സരം ഞാൻ മനുഷ്യനായി വാഴുന്നതുമാണ്. അനന്തരം സ്വാംശങ്ങളോടുകൂടി തന്നെ ദശരഥൻ്റെ പുത്രന്മാരായി ജനിക്കുവാൻ അദ്ദേഹം സ്വയം ചിന്തിച്ചുറയ്ക്കുന്നു. ബ്രഹ്മാവിനോട് യാത്ര പറഞ്ഞ് മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് പുത്രകാമേഷ്ടി നടത്തിക്കൊണ്ടിരുന്ന ദശരഥന് ആ ഹോമകുണ്ഡത്തിൽ നിന്നും അഗ്നിദേവൻ ഉയർന്നു വന്നിട്ട് തൻ്റെ കയ്യിലുള്ള പായസപാത്രം ദശരഥന് നൽകുകയും ആ പായസം അദ്ദേഹത്തിൻ്റെ പത്നിമാർക്ക് വീതിച്ചു കൊടുക്കുവാനായി കൽപ്പിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് ദശരഥൻ അന്തഃപുരത്തിലെത്തി കൗസല്യയോട് പറഞ്ഞു, പുത്രലാഭത്തിനായി ഈ പായസം സ്വീകരിച്ചാലും ദേവി എന്ന്. അടുത്ത പകുതി കൈകേയി ദേവിക്ക് നൽകുന്നു. ഇവിടെ പത്നിമാരായ കൗസല്യാദേവിക്കും കൈകേയി ദേവിക്കും പായസം ലഭിച്ചു. ഇനി സുമിത്രാദേവി ബാക്കിയുണ്ടല്ലോ. പത്നിമാരായ കൗസല്യയും കൈകേയിയും തങ്ങളുടെ വിഹിതത്തിൽ നിന്ന് ഓരോ പങ്ക് സുമിത്രാദേവിക്ക് നൽകുന്നു. അങ്ങനെ 2 വിഹിതം ഭക്ഷിച്ചതുകൊണ്ടാണ് സുമിത്രയ്ക്ക് 2 പുത്രന്മാർ ജനിച്ചത്, ലക്ഷ്മണനും ശത്രുഘ്നനും. ആ പായസത്തിൻ്റെ വിശേഷ പ്രഭാവത്താലാണ് ലക്ഷ്മണൻ എപ്പോഴും ശ്രീരാമചന്ദ്രൻ്റെ കൂടെയും ഭരതൻ എപ്പോഴും ശത്രുഘ്നൻ്റെ കൂടെയും ഒരുമിച്ച് കാണപ്പെട്ടത്. ഇതേസമയം ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് ദേവന്മാർ അവിടെയുള്ള യക്ഷകിന്നര വിദ്യാധര സ്ത്രീകളിൽ മായാവികളും വായുവേഗത്തോടു കൂടിയവരും അതുല്യ പരാക്രമശാലികളും കാമരൂപികളുമായ വാനരന്മാരെ ജനിപ്പിക്കുകയാണ്. അങ്ങനെ ഋക്ഷശ്രേഷ്ഠനായ ജാമ്പവാൻ പണ്ടേ തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. കോട്ടുവായിട്ടപ്പോൾ പിറന്നതുകൊണ്ടാണ് ജാമ്പവാൻ എന്ന പേര് വന്നത്. അങ്ങനെ ഈ യക്ഷകിന്നര വിദ്യാധര ഗന്ധർവ സ്ത്രീകളിൽ ജനിച്ച വാനരന്മാരെല്ലാം മായാവികളും അതുല്യ പരാക്രമശാലികളും അതുപോലെ തന്നെ പർവ്വതതുല്യരും ഇച്ഛാനുസരണം രൂപം മാറാൻ കെൽപ്പുള്ളവരുമായിരുന്നു. പായസത്തിൻ്റെ പ്രഭാവത്താൽ തന്നെ ദശരഥ പത്നിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ ഗർഭവതികളായി തീർന്നു. തൻ്റെ വംശം വർദ്ധിപ്പിക്കാനായി, വംശവൃദ്ധിക്കായി പുത്രന്മാർ ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. ദശരഥ മഹാരാജാവ് എല്ലാവർക്കും, അതായത് ബ്രാഹ്മണർക്കും മറ്റ് പ്രജകൾക്കുമെല്ലാം അനേകം ദ്രവ്യവും വസ്തുക്കളും പശുക്കളും എല്ലാം ദാനമായി നൽകി അയോധ്യ രാജ്യമാകെ ഉത്സവാഘോഷം പോലെ ആയിത്തീർന്നു. ഗർഭകാലം കഴിഞ്ഞ് ബൃഹസ്പതിയും ചന്ദ്രനും ഒന്നിച്ചുദിച്ച് നിൽക്കെ പുണർദം നക്ഷത്രത്തിൽ നവമി തിഥിയിൽ പഞ്ചഗ്രഹങ്ങൾ ഉച്ചസ്ഥങ്ങളായിരിക്കെ കർക്കിടക ലഗ്നത്തിൽ ദിവ്യലക്ഷണയുക്തനായ സർവലോക നമസ്കൃതനായ
വിഷ്ണു അർദ്ധസംഭൂതനായ ഇക്ഷ്വാകുകുലവർദ്ധകനായ രാമനെ പ്രസവിക്കുകയാണ് കൗസല്യാദേവി. സുമിത്ര ലക്ഷ്മണ ശത്രുഘ്നന്മാരെ പ്രസവിക്കുന്നു. കൈകേയി സർവസദ്ഗുണസമ്പന്നനായ ഭരതനെ പ്രസവിക്കുന്നു. ദശരഥ മഹാരാജാവിന് പുത്രന്മാരുണ്ടായതിൽ പ്രജകൾ മാത്രമല്ല, ഗന്ധർവന്മാർ, അപ്സരസുകൾ, ദേവന്മാർ എല്ലാവരും സന്തോഷത്തിലാറാടി. അയോധ്യാവാസികളുടെ കാര്യം പറയാനുമില്ല. അവർക്കെന്നും മഹോത്സവമായിരുന്നു. അതുപോലെ തന്നെ ദാനധർമാദികളെല്ലാം നൽകി രാജാവ് എല്ലാവരെയും പ്രീതിപ്പെടുത്തി. 11 നാൾ കഴിഞ്ഞ് നാമകരണം നടത്തി. മൂത്ത മകൻ ശ്രീരാമൻ, കൈകേയി പുത്രൻ ഭരതൻ, സുമിത്രാപുത്രന്മാർ ലക്ഷ്മണനും ശത്രുഘ്നനും. വസിഷ്ഠനാണ് അവരുടെ നാമകരണം നടത്തിയത്. എല്ലാവർക്കും യഥാവിധി സദ്യയും ദാനവും എല്ലാം നൽകി പ്രീതിപ്പെടുത്തുകയാണ്. രാമൻ അച്ഛന് അത്യന്തം പ്രീതി നൽകുന്ന മകനായിരുന്നു. അതങ്ങനെയാണല്ലേ, കനിഷ്ഠപുത്രന്മാരോടാണ് മാതാപിതാക്കൾക്ക് ഏറ്റവും വാത്സല്യം. എന്നിരുന്നാലും 4 പുത്രന്മാരെ കൊണ്ട് ദശരഥൻ വളരെയധികം സന്തുഷ്ടനായി. കുട്ടികൾക്കെല്ലാം യഥാവിധി വിദ്യാഭ്യാസമെല്ലാം കൊടുത്തു. അവരെല്ലാം വളരെ സമർത്ഥരായി വളർന്ന് യുവാവസ്ഥയിലേക്ക് വന്നു. ഇതേ സമയത്ത് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അവിടെ വരികയാണ്. ആ മഹർഷി വന്നിരിക്കുന്ന വിവരമറിഞ്ഞ് രാജാവ് പുരോഹിതനോടൊപ്പം ചെന്ന് എതിരേൽക്കുന്നു. വളരെ വിനയത്തോടെ സ്വീകരിച്ച് ആദരിക്കുന്നു. കുശലപ്രശ്നങ്ങൾക്കെല്ലാം ശേഷം വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗരക്ഷയ്ക്കായി കുമാരന്മാരെ കൂടെ അയക്കാൻ രാജാവിനോട് ആവശ്യപ്പെടുകയാണ്. വിശ്വാമിത്ര മഹർഷി സിദ്ധിക്കായി വ്രതം അനുഷ്ഠിക്കുകയാണ്. യാഗം അനുഷ്ഠിക്കുന്ന സമയത്ത് മാരീചനും സുബാഹുവും, ഇവർ 2 രാക്ഷസന്മാരാണ്, ഈ യാഗവേദിയിൽ മാംസവും ചോരയും ചൊരിഞ്ഞ് അവിടം അശുദ്ധമാക്കി വ്രതം മുടങ്ങും. അങ്ങനെ മടുത്തു. അങ്ങനെയാണ് വിശ്വാമിത്ര മഹർഷി ഈ കുമാരന്മാരെ അന്വേഷിച്ച് വരുന്നത്. വ്രതം മുടങ്ങിയാൽ പിന്നീട് വീണ്ടും തുടങ്ങണം. അപ്പം സത്യപരാക്രമനായ രാമനെ എനിക്ക് തന്നാലും രാമം മേ ദേഹി എന്നാണ് പറയുന്നത്. അവിടെ എൻ്റെ രക്ഷയിൽ സ്വന്തം തേജസ് കൊണ്ട് ദ്രോഹികളായ ഈ രാക്ഷസരെയെല്ലാം കൊല്ലാൻ ഈ കുമാരന് കഴിയും. അതുകൊണ്ട് ഇവന് പലതരം ശ്രേയസ്സുകളും ഞാൻ നൽകും. വിശ്വാമിത്രൻ വീണ്ടും പറഞ്ഞു, അങ്ങേക്ക് പാരിൽ സത്കീർത്തിയും സ്ഥിരകീർത്തിയും ധർമ്മലാഭവും വേണമെങ്കിൽ രാമനെ എന്നോടൊപ്പം അയക്കുക. വസിഷ്ഠാദി മന്ത്രിമാരേവരും സമ്മതിക്കുമെങ്കിൽ രാമനെ അയച്ചാലും അവർ രാമന് നിസ്സാരരാണ്. പുത്രവാത്സല്യം വിലങ്ങായി നിൽക്കാൻ അങ്ങ് അനുവദിക്കരുത്. ഇങ്ങനെ കെഞ്ചി പറയുകയാണ് വിശ്വാമിത്രൻ. പക്ഷേ യജ്ഞരക്ഷയ്ക്ക് 10 നാൾ രാമലക്ഷ്മണന്മാരെ അയക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ദശരഥൻ അനുവദിക്കുന്നില്ല. ദശരഥന് ഇത് കേട്ടിട്ട് മോഹാലസ്യം വരികയാണ്. വീണ്ടും ബോധം തെളിഞ്ഞപ്പോൾ ദശരഥൻ പറയുകയാണ്, എൻ്റെ ഈ ഉണ്ണിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. രാക്ഷസരുമായി പോരാടാൻ അവൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവനെ വിദ്യകളൊന്നും തന്നെ അഭ്യസിപ്പിച്ചിട്ടില്ല യഥാവിധി. രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്താൽ എന്തായിരിക്കും ഫലമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം. ഇവൻ പിഞ്ചു ബാലനല്ലേ. ഞാൻ വേണമെങ്കിൽ അക്ഷൗഹിണി സേനയോടൊത്ത് ഈ രാക്ഷസരുമായി പോരാടാൻ വരുന്നതാണ്. എൻ്റെ ഈ പോരാളികൾ രാക്ഷസരുമായി പടവെട്ടാൻ ശക്തിയുള്ളവരാണ്. രാമനെ കൊണ്ടുപോകല്ലേ. പോർക്കളത്തിൽ വില്ലുമെടുത്ത് ഞാൻ തന്നെ നിലയുറപ്പിച്ചുകൊള്ളാം. പ്രാണനുള്ള കാലത്തോളം രാക്ഷസരുമായി ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്. അങ്ങ് ഈ അപേക്ഷ പിൻവലിക്കണം. അവൻ കേവലം ബാലനല്ലേ. വിദ്യയൊന്നും ശരിയായ രീതിയിൽ അവൻ അഭ്യസിച്ചിട്ടില്ല. ശത്രുക്കളുടെ ബലമോ തൻ്റെ ബലഹീനതയൊന്നും അവൻ അറിഞ്ഞുകൂടാ. അവൻ അസ്ത്രവിദ്യ തന്നെ അറിയില്ല. യുദ്ധസാമർഥ്യമൊന്നും അവനില്ല. ഇങ്ങനെയെല്ലാം വിലപിച്ചു ദശരഥൻ. ഇത് കേട്ട വിശ്വാമിത്രൻ പറഞ്ഞു, പൗലസ്ത്യ വംശത്തിൽ രാവണൻ എന്ന രാക്ഷസൻ പിറന്നു. അവൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടി ത്രിലോകങ്ങളെയും കീഴടക്കി ദ്രോഹിക്കുന്നു. അവൻ മഹാബലശാലിയും വീര്യവാനുമാണ്. അനേകം രാക്ഷസന്മാർ അവന് സഹായത്തിനുണ്ട്. വിശ്രവസിൻ്റെ പുത്രനും വൈശ്രവണൻ്റെ സോദരനുമാണ് അവൻ. സ്വയം യജ്ഞം മുടക്കാൻ വരാത്ത അവസരത്തിൽ അതിനായി ബലശാലികളായ മാരീചനെയും സുബാഹുവിനെയും അയച്ച് എൻ്റെ യജ്ഞം മുടക്കുകയാണവൻ. ഇത് കേട്ട് ദശരഥൻ വീണ്ടും പറയുകയാണ്, ആ ദുഷ്ടനെ നേരിടാൻ ഞാൻ ആളല്ല. പക്ഷേ അങ്ങൻ്റെ ഉണ്ണിയിൽ പ്രസാദിച്ചാലും ഭാഗ്യഹീനനായ എനിക്ക് ഗുരുവും അതുപോലെ ദൈവതുല്യനും ഗുരുവുമാണ് അവിടുന്ന്. ദേവദാനവ ഗന്ധർവന്മാർക്കോ യക്ഷ പന്നക പതംഗങ്ങൾക്കോ രാവണനെ നേരിടാനാവില്ല. അപ്പോൾ മനുഷ്യരുടെ കഥ എന്തു പറയാനാണ്? പോരിൽ വൈരികളുടെ വീര്യമെല്ലാം
അവൻ കവർന്നെടുക്കും. അവനോടോ അവൻ്റെ സേനയോടോ പോരാടാൻ ഞാൻ ശക്തനല്ല. സേനയോടും പുത്രന്മാരോടും ചേർന്നാലും ആവില്ല. യുദ്ധപരിചയമില്ലാത്തവനായ ബാലനായ എൻ്റെ മകനെ ഞാൻ തരികയില്ല. മഹർഷി ക്ഷമിച്ചാലും. ഇങ്ങനെ ദശരഥൻ മകനെ അയക്കുകയില്ലെന്ന് തന്നെ പറഞ്ഞു. രാജാവിൻ്റെ ഇപ്രകാരമുള്ള വാക്ക് കേട്ടിട്ട് വിശ്വാമിത്ര മഹർഷിക്ക് കഠിനമായ കോപം വരികയാണ്. വിശ്വാമിത്രൻ്റെ കോപാഗ്നിയിൽ ഭൂമിയെല്ലാം വിറച്ചു. ദേവന്മാർ ഭയം കൊണ്ടു. ലോകമെല്ലാം വിറ പൂണ്ടതായി കണ്ട് സുവ്രതനായ വസിഷ്ഠൻ ദശരഥനോട് ഈ വിധം പറയുകയാണ്: ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനും ധർമ്മമൂർത്തിയും സുവ്രതനുമായ അങ്ങ് ധർമ്മം വെടിയാൻ പാടുള്ളതല്ല. ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിട്ട് അങ്ങ് നിറവേറ്റാത്തതിൻ്റെ ഫലമാണിതെല്ലാം. ആകയാൽ രാമനെ പറഞ്ഞയക്കുക. അഗ്നി അമൃതിനെ എന്ന പോലെ കൗശികൻ കാത്തരുളുന്ന രാമനെ രാക്ഷസന്മാർക്ക് തൊടാനാവില്ല. ഇദ്ദേഹം ധർമ്മമൂർത്തിയും വീരാതിവീരനും വിദ്യാസമ്പന്നനും താപസോത്തമനുമാണ്. ഇദ്ദേഹത്തിന് വിവിധ അസ്ത്രവിദ്യകൾ അറിയാം. ത്രിലോകങ്ങളിലും മറ്റാർക്കും ഇതുപോലെ അറിയുകയുമില്ല. കൗശികൻ പണ്ട് നാട് വാഴുന്ന സമയത്ത് കൃശാശ്വൻ്റെ സന്താനങ്ങളായ സർവ്വ അസ്ത്രങ്ങളും ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ദക്ഷപ്രജാപതിയുടെ പുത്രിമാരുടെ മക്കളാണ് കൃശാശ്വപുത്രരായ അസ്ത്രങ്ങൾ. ജയ എന്നും സുപ്രഭ എന്നും ദക്ഷന് 2 പുത്രിമാർ. അവർ തിളങ്ങുന്ന 100 അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും പ്രസവിച്ചു. അസുരസേനകളെ സംഹരിക്കുന്നതിന് ലഭിച്ച വരമായ ജയ അപ്രമേയങ്ങളായ 50 മക്കളെ ജനിപ്പിച്ചു. സുപ്രഭയും സംഹാരങ്ങളെന്നു പേരോടുകൂടിയ 50 അസ്ത്രങ്ങൾക്ക് ജന്മം നൽകി. അവയെല്ലാം കൗശികന് വേണ്ടതുപോലെ അറിയുകയും ചെയ്യുക. ഇതിനു മുമ്പില്ലാത്തവ നിർമ്മിക്കുന്നതിനും ഇദ്ദേഹത്തിന് കഴിയും. അതിനാൽ ഈ മഹാമുനിക്ക് അറിഞ്ഞുകൂടാത്തതായി കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ആയി മറ്റൊന്നുമില്ല. ഇപ്രകാരമുള്ള പ്രഭാവത്തോടു കൂടിയവനാണ് കീർത്തിമാനായ വിശ്വാമിത്ര മഹർഷി. രാമൻ കൂടെ പോകുന്നതിൽ അങ്ങേക്ക് ആശങ്കയൊന്നും വേണ്ടതില്ല. അവരെ നിഗ്രഹിക്കാൻ വിശ്വാമിത്രൻ സ്വയം സമർത്ഥനാണ്. പക്ഷേ സിദ്ധിക്ക് വേണ്ടി വ്രതമെടുക്കുന്നതിനാൽ അങ്ങയുടെ പുത്രനായ കുമാരനെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങയുടെ മകൻ്റെ മംഗളത്തിനായിട്ടാണ് ഇദ്ദേഹം വന്ന് അപേക്ഷിക്കുന്നത്. ഇപ്രകാരം വസിഷ്ഠൻ്റെ വാക്യം കേട്ട് ദശരഥൻ സന്തുഷ്ടനാവുകയും രാമനെ വിശ്വാമിത്രൻ്റെ കൂടെ പോകുന്നതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയിൽ കുമാരന്മാരല്ലേ, അവർക്ക് വിശപ്പും ദാഹവും സഹിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് യാത്രാമധ്യേ വിശപ്പും ദാഹവും അറിയാതിരിക്കാനായി വിശ്വാമിത്രൻ കുമാരന്മാർക്ക് ബല എന്നും അതിബല എന്നും പേരുള്ള 2 മന്ത്രങ്ങൾ ഉപദേശിക്കുന്നു. ഈ മന്ത്രം ജപിച്ചാൽ അവർക്ക് തളർച്ചയോ താപമോ രൂപഭേദമോ ഒന്നും ബാധിക്കുകയില്ല. ഉറക്കത്തിലോ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴോ രാക്ഷസർ ആക്രമിക്കുകയുമില്ല. ബാഹുബലത്തിൽ അവർക്ക് സദൃശരായി മറ്റാരും ഭൂമിയിൽ ഉണ്ടാവുകയുമില്ല. അങ്ങനെ ബലയും അതിബലയും ജപിച്ചാൽ 3 ലോകത്തിലും അവർക്ക് തുല്യരായി ആരും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള സിദ്ധിയെല്ലാം ഉള്ള മന്ത്രമാണ് ബലയും അതിബലയും. മാത്രമല്ല സൗഭാഗ്യം, ദാക്ഷിണ്യം, ജ്ഞാനം, ബുദ്ധിനിശ്ചയം, സാമർഥ്യം ഇവയിലൊന്നും അവർക്ക് സമമായി മറ്റാരും ഉണ്ടാവുകയില്ല ഈ മന്ത്രത്തിൻ്റെ ബലത്താൽ. തേജസ്വിനികളായ ഈ മന്ത്രങ്ങൾ 2ഉം ബ്രഹ്മപുത്രികളാണ്. ഇവ നൽകാൻ തക്ക പാത്രമാണ് നീ. നിന്നിൽ സർവ്വ സദ്ഗുണങ്ങളും ഉണ്ട്, സംശയമില്ല. തപസ്സുകൊണ്ട് നേടിയ ഇവ പല രൂപം കൈക്കൊള്ളുന്നവയാണ്. ഇങ്ങനെ പറഞ്ഞ് മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് രാമന്. അനന്തരം രാമൻ ആചമനം ചെയ്ത് ശുദ്ധനായി സന്തോഷത്തോടെ ആ വിദ്യകൾ 2ഉം പവിത്രാത്മാവായ മഹർഷിയിൽ നിന്ന് സ്വീകരിക്കുന്നു. വിദ്യ ലഭിച്ച രാമൻ ശരത്കാലത്തിലെ പ്രഭാത സൂര്യനെ പോലെ തിളങ്ങി. വിശ്വാമിത്രന് വേണ്ട ഗുരു ശുശ്രൂഷകളെല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങി അവർ 3 പേരും സരയൂ തീരത്ത് താമസിക്കുകയാണെന്ന്. ആ രാജകുമാരന്മാർ വിശ്വാമിത്രൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പരിവരുത്ത പുൽമെത്തയിൽ സസുഖമുറങ്ങി. നേരം വെളുത്തപ്പോൾ വിശ്വാമിത്ര മഹർഷി അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കാനായി അയക്കുന്നു. മഹർഷിയുടെ വാക്കനുസരിച്ച് കുളിച്ച് തർപ്പണം ചെയ്ത് മന്ത്രം ജപിച്ച് ദിനകൃത്യങ്ങൾക്ക് ശേഷം അവർ മാമുനിയെ വന്ദിച്ച് യാത്ര പുറപ്പെടുന്നു. സരയൂ നദി ഗംഗയുമായി കൂടിച്ചേരുന്ന സ്ഥാനത്ത് പവിത്രമായ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. പവിത്രമായ ആശ്രമം കണ്ട് സന്തോഷം പൂണ്ട കുമാരന്മാർ മാമുനിയോട് ചോദിച്ചു: ഭഗവൻ, ഈ പാവനമായ ആശ്രമം ആരുടെയാണ്? ആരാണ് ഇവിടെ വസിക്കുന്നത്? ഇതറിയാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അവരുടെ ചോദ്യം കേട്ട് മാമുനി അതിന് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു: രാമ, ഇത് മുമ്പ് ആരുടെ ആശ്രമമായിരുന്നു എന്ന് കേട്ടോളൂ. കാമൻ പണ്ട് മൂർത്തിമാനായിരുന്നു. ശിവൻ പണ്ട് ഇവിടെ നിഷ്ഠയോടെ തപസ് ആചരിച്ചിരുന്നു.
വേളയും കഴിഞ്ഞ് മരുത്തുക്കളോടൊപ്പം പോകുന്ന ശ്രീരുദ്രനെ ദുർമതിയായ കാമൻ ബാധിച്ചു. അദ്ദേഹം ഹുങ്കാരം ചെയ്തു. രുദ്രദൃഷ്ടിയാൽ കാമന്റെ ശരീരത്തിൽ നിന്ന് അവയവങ്ങളൊക്കെ വീണുപോയി. രുദ്രൻ കോപം കൊണ്ട് ഇരിക്കയാൽ കാമന് ശരീരമില്ലാതായി. അന്നു മുതൽ അവൻ അനങ്കൻ എന്ന് അറിയപ്പെട്ടു. കാമൻ അംഗം വെടിഞ്ഞ നാട് അംഗരാജ്യമായി. അവൻ്റെ ആശ്രമമാണിത്. ധർമ്മിഷ്ഠരായ ഈ മുനിമാർ പണ്ട് അവൻ്റെ ശിഷ്യന്മാരായിരുന്നു. അവർക്ക് പാപമൊന്നുമില്ല. രാമ, ഇന്നു രാത്രി നമുക്കിവിടെ ഈ പുണ്യനദികളുടെ നടുക്ക് പാർക്കാം. നാളെ പുഴ കടന്ന് അക്കരയ്ക്ക് പോകാം. കുളിച്ച് ജപിച്ച് ഹോമവും ചെയ്ത് ശുദ്ധരായി ഈ പുണ്യാശ്രമത്തിൽ നമുക്ക് ഇന്ന് രാത്രി സുഖമായി വിശ്രമിക്കാം. അങ്ങനെ സംഭാഷണം ചെയ്ത് തപശക്തി കൊണ്ട് കാര്യം ഗ്രഹിച്ച മഹർഷിമാരെല്ലാം സന്തോഷം പൂണ്ടു. അവർ അർഘ്യവും പാദ്യവും ആതിഥ്യവും ആദ്യം കൗശികനും പിന്നീട് രാമലക്ഷ്മണന്മാർക്കും സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ആ ഋഷികൾ ഏകാഗ്രതയോടെ സന്ധ്യാവന്ദനം നടത്തി അതിഥികളെ കൂട്ടിക്കൊണ്ടുപോയി. വിശ്വാമിത്രനും കുമാരന്മാരും ആ കാമാശ്രമത്തിൽ അന്ന് തങ്ങുന്നു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് സന്ധ്യാവന്ദനം നടത്തി പ്രഭാത ദിനചര്യകൾക്കെല്ലാം ശേഷം വിശ്വാമിത്ര മഹർഷിയോടുകൂടി അവർ നദി കടക്കാൻ ആരംഭിച്ചു. ആ ആശ്രമത്തിലെ മഹർഷിമാർ വഞ്ചി കൊണ്ടുവന്നിട്ട് വിശ്വാമിത്രനോട് പറഞ്ഞു, അങ്ങ് രാജപുത്രന്മാരോടൊത്ത് വഞ്ചിയിൽ കയറിയാലും യാത്ര ശോഭനമാകട്ടെ, സമയം വൈകിക്കേണ്ട എന്ന് പറഞ്ഞ് യാത്രയാക്കുന്നു. പുഴയുടെ നടുക്കെത്തിയപ്പോൾ വെള്ളം ഓളം തല്ലുന്ന ഒച്ച കേട്ട് അത് എവിടെ നിന്നാണെന്നറിയാൻ കൗതുകം പൂണ്ട് രാമൻ മാമുനിയോട് ചോദിക്കുകയാണ്, ഈ വെള്ളം തള്ളുന്ന വലിയ ഒച്ച എവിടെ നിന്ന് വരുന്നു? ചോദ്യം കേട്ട മാമുനി പറഞ്ഞു, കൈലാസപർവ്വതത്തിൽ ബ്രഹ്മാവ് മനസ്സുകൊണ്ട് ഒരു സരോവരം നിർമ്മിച്ചു. അതാണ് മാനസ സരസ്. ആ സരസിൽ നിന്ന് പ്രവഹിച്ച് അയോധ്യയെ പുണരുന്നതാണ് സരയൂ നദി. അത് ഗംഗയുമായി ചേരുമ്പോൾ വെള്ളത്തള്ളൽ കൊണ്ട് കേൾക്കുന്നതാണ് ഈ വലിയ ശബ്ദം. സശ്രദ്ധം അതിനെ വന്ദിച്ചോളൂ എന്ന് പറഞ്ഞ് കുമാരന്മാർ അവർക്ക് പ്രണാമം അർപ്പിക്കുകയാണ്. തെക്കേ തീരത്തെത്തി വീണ്ടും മാമുനി ശ്രേഷ്ഠൻ കുമാരന്മാരോടൊത്ത് യാത്ര തുടരുന്നു. മനുഷ്യർ മുമ്പ് കടന്നിട്ടില്ലാത്ത ഘോരവനം കണ്ട് രാമൻ പേടിച്ചുപോയി. ഉള്ളിൽ കടക്കാനാകാത്ത വൻകാടാണല്ലോ. ഭയങ്കരങ്ങളായ കാട്ടുജന്തുക്കൾ നിറഞ്ഞത്. പലതരം പക്ഷികൾ പേടി തോന്നുമാറ് കൂവുന്നുണ്ടല്ലോ. ഇവിടെ ഹിംസ്ര ജന്തുക്കൾ ഉണ്ടാവുമല്ലോ. നാനാ വൃക്ഷലതാദികൾ ഇടതൂർന്ന് പ്രകാശം കിടക്കാത്ത ഈ കാട് ഏതാണ്? വിശ്വാമിത്രൻ അതിന് മറുപടിയായിട്ട് കുമാരനോട് പറഞ്ഞു, വത്സ, ഈ കാട് ആരുടേതായിരുന്നു എന്ന് കേട്ടുകൊള്ളുക. ദേവന്മാർ നിർമ്മിച്ചതും മലതമെന്നും കരുഷമെന്നും പ്രസിദ്ധങ്ങളായ 2 ജനപദങ്ങളായിരുന്നു ഇത്. പണ്ട് വൃത്രവധം മൂലം ബ്രഹ്മഹത്യ മലവും ക്ഷുത്തുമായി ഇന്ദ്രനെ ബാധിച്ചു. മലിനനായ ഇന്ദ്രനെ തപോധനന്മാരായ ഋഷിമാർ കലശങ്ങൾ കൊണ്ട് നീരടിച്ച് മാലിന്യം നീക്കിക്കളഞ്ഞു. ഇന്ദ്രൻ്റെ മാലിന്യവും ക്ഷുത്തും നീക്കി ദേവന്മാർ സന്തോഷം പൂണ്ടു. മാലിന്യമകന്ന ഇന്ദ്രൻ ആ ദേശങ്ങൾക്ക് ഉത്തമമായ വരം നൽകി. എൻ്റെ അമംഗലങ്ങൾ ധരിച്ച ഈ ദേശങ്ങൾ സമൃദ്ധ ജനപദങ്ങളായി തീരും. മലതമെന്നും കരുഷമെന്നും ഇവ പ്രസിദ്ധങ്ങളുമാകും. ദേവന്മാർ അതിനെ സാധു സാധു എന്ന് ചൊല്ലി അനുമോദിക്കുകയുണ്ടായി. ഇന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നാട് നെടുനാൾ ധനധാന്യ സമൃദ്ധങ്ങളായിത്തീർന്നിരുന്നു. എന്നാൽ കുറേ കാലങ്ങൾ കഴിഞ്ഞ് 1000 ആനയുടെ കരുത്തോടുകൂടിയ കാമരൂപിണിയായ ഒരു യക്ഷിണി ഉണ്ടായി. താടക എന്നായിരുന്നു അവളുടെ പേര്. അവൾ സുന്ദരൻ്റെ ഭാര്യയായിരുന്നു. അവളുടെ മകനാണ് പരാക്രമിയായ മാരീചൻ. ഭയങ്കര ആകാരത്തോടുകൂടി അവൻ എന്നും പ്രജകളെ പേടിപ്പിക്കുന്നുണ്ട്. ഈ ജനപദങ്ങളെ എന്നും നശിപ്പിക്കുന്നു. ദുഷ്ടയായ താടക 1.5 യോജന ദൂരെ വഴി മുടക്കി വാഴുന്നു. നമുക്ക് പോകേണ്ടത് ആ വഴിക്കാണ്. ആ ദുഷ്ടചാരിണിയെ സ്വന്തം ബലം കൊണ്ട് അങ്ങ് ഹനിച്ചാലും എൻ്റെ നിർദ്ദേശത്താൽ ഈ നാടിൻ്റെ ശല്യം നീക്കി അങ്ങ് നാടിനെ രക്ഷിച്ചാലും ഘോരയായ ആ താടകയെ പേടിച്ച് ഇവിടേക്ക് വരാൻ ആർക്കും ധൈര്യമില്ല. ഈ നാട് കാടായത് എങ്ങനെയെന്നും യക്ഷിണി നാട് മുടിച്ചതുമെല്ലാം ഞാൻ പറഞ്ഞു. ഇപ്പോൾ അവളിൽ നിന്ന് ഈ ജനപദങ്ങളെ രക്ഷിച്ചാലും. ഇത് കേട്ടപ്പോൾ രാമന് സംശയമുണ്ടായി. അദ്ദേഹം മാമുനിയോട് ചോദിച്ചു, അല്ലയോ മാമുനി ശ്രേഷ്ഠ, യക്ഷന്മാർ അല്പവീര്യന്മാരാണെന്നാണല്ലോ കേട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ അബലയായ യക്ഷിണിക്ക് ആനയുടെ കരുത്ത്, അതും 1000 ആനയുടെ കരുത്ത് എങ്ങനെ ലഭിച്ചു? ഇത് കേട്ട് സന്തോഷം പൂണ്ട വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു, അവൾക്ക് കരുത്ത് വരുത്തത് എങ്ങനെയെന്ന് കേട്ടുകൊള്ളുക. വരദാന ഫലമായിട്ടാണ് അവൾക്ക് ഈ ശക്തിയെല്ലാം കിട്ടിയത്. സുകേതു എന്നു പേരായി ഒരു യക്ഷനുണ്ടായിരുന്നു.
മക്കളില്ലാഞ്ഞ് അവൻ തപസ് ചെയ്തു. പ്രീതനായ പിതാമഹൻ അവന് താടക എന്ന ഒരു കന്യകയെ നൽകി. അവൾക്ക് 1000 ആനയുടെ ബലവും പിതാമഹൻ ദാനം ചെയ്തു. അദ്ദേഹം യക്ഷന് പുത്രനെ നൽകിയില്ല. രൂപലാവണ്യശാലിനിയായി വളർന്നു വന്ന താടക ജംഭപുത്രനായ സുന്ദന് ഭാര്യയായി നൽകപ്പെട്ടു. ഏതാനും കാലം കഴിഞ്ഞ് യക്ഷി ഒരു പുത്രനെ പ്രസവിച്ചു. അവൻ്റെ പേര് മാരീചൻ. ശാപം കൊണ്ട് അവനൊരു രാക്ഷസനായിത്തീർന്നു. സുന്ദൻ കൊല്ലപ്പെട്ടപ്പോൾ മകനോടൊത്ത് താടക അഗസ്ത്യനെ പിടിച്ചു തിന്നാനായി പാഞ്ഞടുത്തു. അതുകണ്ട് മുനി മാരീചനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിക്കുകയാണുണ്ടായത്. കോപം കൊണ്ട് അഗസ്ത്യൻ താടകയെയും ശപിക്കുകയുണ്ടായി. ഈ രൂപം പോയി ദാരുണ രൂപം പൂണ്ട് മനുഷ്യരെ തിന്നുന്ന ഒരു മഹായക്ഷിണിയായി തീരട്ടെ നീ എന്നായിരുന്നു ശാപം. ഇത് കേട്ട് ക്രോധം പൂണ്ട താടക അഗസ്ത്യൻ വാണിരുന്ന ഈ ശുഭപ്രദേശത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹേ രാമ, ദുർവൃത്തയും ദുഷ്ടയുമായ ഇവളെ, ഗോക്കളെയും ബ്രാഹ്മണരെയും അകാരണമായി വധിക്കുന്ന ഇവളെ അവരുടെ ഹിതാർത്ഥമായി വധിച്ചാലും രാഘവ, ശാപബദ്ധയായ ഇവളെ കൊല്ലാൻ ഈ 3 ലോകത്തിലും നീയല്ലാതെ മറ്റാരുമില്ല. സ്ത്രീവധത്തിൽ മടി തോന്നേണ്ട കാര്യമേ ഇല്ല. ചാതുർവർണ്ണ്യഹിതത്തിനായി രാജപുത്രന് ഇത് ചെയ്യേണ്ടതായി വരും. പ്രജാരക്ഷയ്ക്ക് വേണ്ടി ശിഷ്ടമോ ദുഷ്ടമോ ക്രൂരമോ ആയ കാര്യം ചെയ്യേണ്ടതായി വന്നാലും അതിൽ പാപമില്ല. രാജ്യഭരണം നിർവഹിക്കേണ്ടവരുടെ നിത്യമായ ധർമ്മം മാത്രമാണിത്. അധർമ്മിയായ ഇവളെ കൊന്നാലും ഇവളിൽ ധർമ്മമേ ഇല്ല. പണ്ട് ശക്രൻ ലോകം മുടിക്കാൻ ഒരുങ്ങിയ വിരോചനപുത്രിയായ മന്ധരയെ കൊന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ദ്രനെ ഇല്ലാതാക്കാൻ ഒരുങ്ങിയവളും ഭൃഗുപത്നിയും പതിവ്രതയുമായ ശുക്രമാതാവിനെ വിഷ്ണു പണ്ട് കൊല്ലുകയുണ്ടായല്ലോ. ഇങ്ങനെ മഹാത്മാക്കളായ രാജപുത്രന്മാരും അധർമ്മിണികളായ സ്ത്രീകളെ കൊന്നിട്ടുണ്ട്. ആകയാൽ എൻ്റെ ആജ്ഞയനുസരിച്ച് യാതൊരു കനിവും കാണിക്കാതെ കൊന്നാലും എന്ന് പറയുന്നു. ഇവിടെ സ്ത്രീഹത്യ പാപമാണെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ശ്രീരാമചന്ദ്രനും. അദ്ദേഹം ഇവിടെ മനുഷ്യനാണ്, മനുഷ്യാവതാരമാണ്. തികഞ്ഞ ധർമ്മിഷ്ഠനായതുകൊണ്ടാണ്. താടകയെ രാക്ഷസിയാണ്, ദുഷ്ടയാണ്. എന്നിരുന്നാൽ പോലും സ്ത്രീയായ താടകയെ വധിക്കുന്നതിൽ അദ്ദേഹത്തിന് ശങ്കയുണ്ടായിരുന്നു. ആ ശങ്ക തീരും വിധം വിശ്വാമിത്രൻ അദ്ദേഹത്തെ പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ്. ഇപ്രകാരമുള്ള വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേട്ട് കൈകൂപ്പിക്കൊണ്ട് രാമൻ അറിയിച്ചു. പിതൃനിർദ്ദേശത്താലും പിതൃവാക്യ ഗൗരവത്താലും വിശ്വാമിത്ര മഹർഷിയുടെ ആജ്ഞയാലും ഞാനിത് നിശ്ശേഷം ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്നു. അയോധ്യയിൽ ഗുരുജന മധ്യത്തിൽ വെച്ച് അച്ഛൻ ദശരഥൻ ആജ്ഞാപിച്ചത് എനിക്കൊരിക്കലും നിരസിക്കാൻ സാധ്യമല്ല. എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശം കൊണ്ടും അങ്ങയുടെ ആജ്ഞ കൊണ്ടും താടകാവധം ചെയ്തുകൊള്ളാം. ബ്രാഹ്മണഹിതത്തിനായും ദേശത്തിൻ്റെ ശ്രേയസ്സിനായും അവിടുത്തെ ആ ആജ്ഞ അനുസരിക്കാൻ ഞാനിതാ തയ്യാറാണ്. ഇതും പറഞ്ഞ് വില്ലിന് നടുക്ക് പിടിച്ച് ദിക്കൊക്കെ മുഴുങ്ങുമാറ്, അങ്ങനെ ആ വില്ല് കുലയ്ക്കുന്ന ഞാണൊലി കൊണ്ട് ദിക്കൊക്കെ നടുങ്ങി വിറച്ചു എന്നാണ്. വനവാസികളെല്ലാം ഞെട്ടി വിറയ്ക്കുന്നു. ആ വനമാകെ വിറച്ച് വിറവുണ്ട് മൃഗങ്ങളെല്ലാം ഞെട്ടിത്തരിച്ച്. അതുപോലെ തന്നെ താടകയും അമ്പരന്നു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശബ്ദം കേട്ട് കലി കയറിയ താടക ആ ശബ്ദം കേട്ട ദിക്ക് നോക്കി പാഞ്ഞു വരികയാണ്. വികൃത മുഖത്തോടുകൂടി ക്രോധത്തോടുകൂടി ആ ഓടിപ്പാഞ്ഞു വരുന്ന ആ യക്ഷിണിയെ കണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, ഈ യക്ഷിണിയുടെ ഭയങ്കര രൂപം കണ്ടോ? അവളെ കണ്ടാൽ തന്നെ ഭീരുക്കളുടെ ഹൃദയം തകർന്നു പോകും. മായാബലമാർന്നവളും തടുക്കാനൊക്കാത്തവളുമായ ഇവളുടെ മൂക്കും കാതും അറുത്ത് ഇവളെ ഞാൻ ഓടിക്കാം. ഒരു സ്ത്രീയായ ഇവളെ കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇവളുടെ ഗതിയും വീര്യവും മുടക്കാം എന്നിങ്ങനെ രാമൻ പറയുകയാണ്. രാമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ക്രോധം പൂണ്ട താടക കൈകൾ ഉയർത്തി അലറിക്കൊണ്ട് രാമൻ്റെ നേർക്കടുത്തു. വിശ്വാമിത്രൻ ഒരു ഹുങ്കാര ശബ്ദമുയർത്തുകയാണ്. മാത്രമല്ല രാമലക്ഷ്മണന്മാർക്ക് വിജയവും ആശംസിക്കുന്നു. കോപം പൂണ്ട രാമൻ ആ യക്ഷിണിയുടെ നേർക്ക് ശരമാരി ചൊരിയുകയാണ്. അവളാകട്ടെ തൻ്റെ മായ കൊണ്ട് പൊടിപടലം സൃഷ്ടിച്ച് അവരെ മൂടി അവരെ കാഴ്ചശക്തിയിൽ നിന്ന് അകറ്റുകയാണ്. ഓടിയടിക്കുന്ന അവളുടെ 2 കൈകളും അമ്പയച്ച് അറുത്ത് കളഞ്ഞു. കൈകളറ്റ് തളർന്ന് താഴെ വീണ അവളുടെ കാതും മൂക്കും ലക്ഷ്മണൻ മുറിച്ചു കളയുന്നു. കാമരൂപിണിയായ അവൾ അന്തർധാനം ചെയ്ത് നാനാ രൂപങ്ങൾ കൈക്കൊണ്ട് കൽമഴ പൊഴിച്ചുകൊണ്ട് പേടിപ്പെടുത്തുമാറ് അങ്ങുമിങ്ങും സഞ്ചരിച്ചു.
ചുറ്റും കൽമഴ പെയ്യുന്നത് കണ്ട് കൗശികൻ രാമനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ രാമ, നിന്റെ കനിവ് ഇത്ര മതി. ഇവൾ അതീവ ദുഷ്ടയാണ്. യജ്ഞം മുടക്കുന്നവളാണിവൾ. മായ കൊണ്ടിവൾ വളരും. സന്ധ്യയ്ക്ക് മുമ്പ് ഇവളെ വധിച്ചാലും സന്ധ്യയായാൽ രക്ഷസുകളെ തടുക്കാനാവില്ല. സന്ധ്യ കഴിയുമ്പോൾ രക്ഷസുകൾക്കും രാക്ഷസന്മാർക്കും എല്ലാം ശക്തി കൂടും. ഇത് കേട്ട് രാമൻ തൻ്റെ ശബ്ദവേദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൽമഴ പൊഴിക്കുന്ന അവളെ അമ്പുകൾ കൊണ്ട് തടുത്തു. അവളപ്പോൾ മായാബലത്തോടുകൂടി തലറി രാമലക്ഷ്മണന്മാരുടെ നേർക്ക് ഓടിയടുത്തു. തൽക്ഷണം രാമൻ അവളുടെ മാറ് ലക്ഷ്യമാക്കി അസ്ത്രമയക്കുകയും അവൾ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നു. ഭയങ്കരിയായ അവൾ കൊല്ലപ്പെട്ടപ്പോൾ ദേവന്മാർ, യക്ഷന്മാർ, വിദ്യാധരന്മാർ, കിന്നരന്മാർ, അപ്സരസുകൾ ഇവരെല്ലാം വൃന്ദവാദ്യങ്ങൾ മുഴക്കുകയും സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്തു. എല്ലാവരും സന്തോഷത്തോടെ ശ്രീരാമനുമേൽ പുഷ്പവൃഷ്ടി നടത്തി അനുമോദിക്കുകയും ചെയ്തു. താടകയെ വധിച്ചതിൽ സന്തുഷ്ടനായ മുനിവര്യൻ രാമനെ നെറുകയിൽ മുകർന്ന് ഇപ്രകാരം പറഞ്ഞു: ഇന്ന് രാത്രി നമുക്കിവിടെ താമസിക്കാം. നാളെ രാവിലെ എൻ്റെ ആശ്രമത്തിലേക്ക് പോകാം. വിശ്വാമിത്രൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ രാമൻ അന്ന് താടക വനത്തിൽ താമസിക്കുകയും ശാപമുക്തയായി ആ വനം പണ്ടേ പോലെ വിളങ്ങി. യക്ഷിണിയെ കൊല്ലുകയാൽ സുരന്മാർ, അതായത് ദേവന്മാർ, അവരെ വാഴ്ത്തി സ്തുതിച്ചു. അന്ന് രാത്രി അവിടെ താമസിച്ച് പ്രഭാതവേളയിൽ അവർ വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ എന്നപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി.